ഇതേപോലത്തെ 4 കിട്ടിയാണ് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇവർക്ക്. പക്ഷെ അത് സംഭവം ഇല്ല. മഴയത്ത് നമുക്കേ പറ്റുന്നില്ല. കുഴി കാര്യങ്ങൾ പറഞ്ഞാൽ ഇതായിട്ടേ നോക്കാതിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പം ചേട്ടായിമാരെ ഈ കാണുന്നത് നമ്മുടെ തിരുനെല്ല ഈ പാലമാണ് കേട്ടോ. പാലത്തിൽ ഏകദേശം വെള്ളം നിറഞ്ഞ് പാലത്തിൻ്റെ അടി കാണുന്ന കാഴ്ച കാണുന്നത്. ഇത് സൈഡ് വശം കൂടി വരുന്ന സമയത്ത് ഏകദേശം ഇതിപ്പോൾ നമ്മൾ തിരുനെല്ല ഈ പാലം കഴിഞ്ഞിട്ടുള്ള ആ കണ്ടങ്ങളാണ് കാണുന്നത്. ഫുള്ളായി നിറഞ്ഞ് കവിഞ്ഞ് കണ്ടം പോയിട്ട് ഇപ്പോൾ കുളം പോലെയാണ് ഇപ്പോൾ അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ആ കൃഷിക്കാരുടെ നരകമെന്നേ പറയാൻ പറ്റുള്ളൂ. സാധനം എല്ലാം നശിച്ച് വെള്ളത്തിൽ കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ മഴ പൂർണ്ണമായിട്ട് ഇല്ലാതിരുന്നാൽ മാത്രമേ ഒരാഴ്ചക്കുള്ളിൽ ഈ സാധനം മൊത്തം വെള്ളം പോവുകയുള്ളൂ. ഇല്ലാത്ത വർഷം വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാഴ്ച കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് നമ്മൾ ഇത് ഈ കൈവരി ഇങ്ങോട്ട് വരുന്ന സ്ഥലം വന്നിട്ട് റോഡിലേക്ക് കയറുന്നതാണ്. കുറച്ചും കൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഫുള്ളായി നിറയും. പിന്നെ വണ്ടികൾ അടക്കം പോകാൻ പറ്റാത്തൊരവസ്ഥയാവും. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വന്നിട്ട് കുറച്ച് കടകളുണ്ട്. കടകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടുകടകൾ പോലത്തെ കടകളുണ്ട്. ആ കടകളടക്കം ബാക്ക് സൈഡൊക്കെ മുങ്ങി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാണ്ടോ ഈ കരിമ്പ് ജ്യൂസാണ്. അത് പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് വേണ്ട. ഈ തട്ടുകടയാണ്. അതിൻ്റെ അപ്പുറത്ത് ഈ നമ്മുടെ ഇളനീരെന്തോ വിൽക്കുന്ന ഒരു കടയാണ്. അപ്പോൾ ആ തൊട്ടപ്പുറത്ത് 1-2 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ പാലം ഈ മുങ്ങിയതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിറയെ ആളുകളൊക്കെ കാണുന്നുണ്ട്. എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം. എന്തോ ചാനലുകാർ വന്നാണ് തോന്നുന്നു കേട്ടോ. നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാലം മുങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏഷ്യാനെറ്റ് ന്യൂസുകാരാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഏകദേശം 10-100 വീടുകളോളം ഉണ്ട്. ആ വീട്ടിലേക്ക് പോകാനടക്കം പറ്റാത്ത ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഈ പാലം മുങ്ങിയത് കൊണ്ട് എല്ലാവർക്കും പറ്റുന്നത്. അപ്പോൾ പാലത്തിലൂടെ പോകുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയാവസ്ഥയാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ നമുക്ക് ചർച്ചകളും കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അത് കാര്യമായിട്ട് ഉണ്ടാവില്ല. നമുക്കത് എടുക്കാൻ പറ്റാത്ത രീതിയിലാവും. ഈ വെള്ളം നിൽക്കുകയാണെങ്കിൽ 2-3 ദിവസം നിൽക്കുകയാണെങ്കിൽ നാശമാവും. ഈ മഴ തുടർന്ന് പോയാൽ ഈ ഭാഗത്ത് കാണുന്ന കൃഷികളെല്ലാം വെള്ളത്തിലാണ്. വെള്ളക്കെട്ട് പലയിടത്തുണ്ട്. പ്രത്യേകിച്ച് പാടശേഖരങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. ഈ ഗ്രാമീണ റോഡിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം വെള്ളക്കെട്ടിലൂടെ വേണം ഇവർക്ക് പലപ്പോഴും രാവിലെയൊക്കെ ജോലിക്കും മറ്റും പോകാനും ഒക്കെയായി. ഇന്നലെ രാവിലെ മുതലേ ആകാംക്ഷയുടെ മുനയിലായിരുന്നു. 4 പേരാണ് വെള്ളത്തിൽ കുടുങ്ങിയത്. കാരണം തട്ടുകൾ പെട്ടെന്ന് ഉയർത്തിയോടുകൂടി ചുറ്റൊഴുകി വെള്ളം എത്തുകയായിരുന്നു. അതുകൊണ്ട് ചുറ്റുപുഴയുടെ ഇടത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഇതുകൂടാതെ നെല്ലിയാങ്കര പ്രദേശത്ത് ഇത്തരത്തിൽ ജാഗ്രത നിർദ്ദേശമുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ 3 ഷട്ടറുകൾ 20 സെൻറ്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. ഇവരെല്ലാം ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. മാത്രമല്ല പരമാവധി പുഴയിലിറങ്ങി കുളിക്കാതിരിക്കുക എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട്. മാത്രമല്ല മലയോര മേഖലകളിലേക്ക് രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 6 വരെ ഒരു കാരണത്തിലേക്ക് രാത്രിയാത്ര അനുവദിക്കില്ല. കൊണ്ടുവരികയാണ് ഈ രാത്രിയാത്ര അല്ലേ ഞാൻ അല്ല നിങ്ങളുടെ ഞാൻ നിൽക്കട്ടെ. നമുക്ക് A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുന്ന സമയമാണ് നമ്മുടെ സുന്ദരേട്ടൻ്റെ കട മുങ്ങിയിരിക്കുന്ന സെറ്റപ്പാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസുകാരും കൂടിയിട്ട് നമ്മൾ അവിടെ കടന്ന് തകർക്കുന്നുണ്ട്. ഇതിന് അവർ മലയോര മേഖലയായിട്ട് മഴയൊക്കെ പെയ്ത് 2-3 ദിവസമായിക്കൊണ്ട് എല്ലാവരുടെയും വെള്ളം കയറി നമ്മുടെ കണ്ടങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടൊക്കെ മുങ്ങി തവിടുകൂടി കുളമ്പൂരം കിടക്കുന്ന സംഭവമാണ്. അതിനിടയിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ സുന്ദരമായിട്ട് ആൾ പരിചയമുള്ള ആളാണ്. അവിടെ കടറത്ത് വേഗമൊക്കെ നന്നായി മുങ്ങിപ്പോയി. ഇതാണ് കാലിൽ കൂടെ വണ്ടി പോകുന്ന സെറ്റപ്പ് നോക്കിയാൽ വണ്ടി പോകുന്ന സെറ്റപ്പുകളൊക്കെ കാണുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ് പാലം മുങ്ങിയിട്ട് പോകുന്നത്. ആ കൈവരി ഒന്ന് പൊട്ടിയിട്ട് തോന്നൂട്ടാ. പിന്നെ 1-2 കടകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടായിട്ട് എടുക്കാൻ കൂടി പറ്റുന്നു. നോക്കിയാൽ വേറെ ആൾ പോയിട്ടാണ് സംഭവം. അന്ന് ഒളിച്ചു പോയ പോലെ ഒളിച്ചു പോവോ? അന്ന് 5 പേര് ഒളിച്ചു പോയ പോലെ പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിനധികം കളിക്കാൻ പറ്റില്ല. വെള്ളം കരണ്ടിനോടൊന്നും കളിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെയൊക്കെ മുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ വീഡിയോസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. ആളുകളൊക്കെ നിറയെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സുന്ദരേട്ടൻ്റെ കട മുങ്ങി പുള്ളിക്കാരൻ്റെ ലീവാണ്. സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടും
ഇനിയിപ്പോൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ലൊക്കെ മുങ്ങിക്കിടക്കല്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസുകാരൊക്കെ വന്നിട്ട് അടിപൊളിയായി വീഡിയോസൊക്കെ എടുത്തിട്ട് അവർ അടിപൊളിയായി പോയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പകർത്താൻ പോകണം കേട്ടോ. മഴ പെയ്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എത്ര ദിവസമായി ഇവിടെ സംഭവം ഉണ്ടായിട്ട്? 2 ദിവസമായി. വെള്ളം മൊത്തം മുങ്ങി തവിട് കൂടിയായി കിടക്കുന്ന നമ്മുടെ തിരുനെല്ലായി പാലത്തിന്റെ സെറ്റപ്പാണ് കാണുന്നത്. ഒരാൾ ബാക്കിൽ മെല്ലെ നടന്നു വരുന്നുണ്ട്. ഒരുപാട് സാഹസം കാട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ ചൂട്ടി പോകും. അമ്മാതിരി ലെവലാണ്, ആർക്കും വരാൻ പറ്റാത്ത ലെവലാണ് തിരുനെല്ലായി പാലത്തിന്റെ സെറ്റപ്പ്. ഇപ്പോൾ ഇനിയിപ്പോൾ മഴ 2-3 ദിവസമായിട്ട് കൂടിയിട്ട് പെയ്യാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ പെയ്യാൻ ശരിക്കും തുടങ്ങിയ ഇവിടെ ഒക്കെ മുങ്ങും, റോഡ് മുങ്ങും അല്ലേ? ആ ലെവലല്ലേ? ആ ലെവലാണ്. അപ്പൊ നമ്മുടെ ചേട്ടായിമാരെ അതിന്റെ ഇടയിൽ കൂടെ മീൻ പിടിത്തം മീൻ കിട്ടിയില്ലടാ പൊന്നോ? മീനില്ല ബ്രോ, വെള്ളം കൂടുതൽ. അയ്യാ, മീനില്ല, വെള്ളം കൂടിയതുകൊണ്ട് അവന്മാരെന്തായാലും പയറ്റി നോക്കിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല അല്ലേ? വലയെ കിട്ടും. 2 പകിരിയല്ലല്ലോ, ചട്ടിക്കാട്. എന്താ, എന്ത് മീനാണ്? എന്തോ ഒരു സാധനമാണ്. ഒരു പകിരി കിട്ടിയിട്ടുണ്ടോ? നല്ല അടിപൊളി സാധനമാണ്. ഒരു മീൻ കിട്ടി. ഇതേപോലത്തെ 4 കിട്ടിയാണ് പറഞ്ഞാൽ അടിപൊളി ആയിരുന്നു ഇവർക്ക്. പക്ഷെ അത് സംഭവം ഇല്ല. മെല്ലെ എടുക്കും, മെല്ലെ സമാധാനത്തിലെടുക്കും, മെല്ലെ എടുക്കും. നല്ല അടിപൊളി പകിരിയാണ്. പകിരിയല്ലേ പിന്നെ പറയാം, കുറോപ്പരല്. ഇതേപോലത്തെ 4 കിട്ടിയ അടിപൊളിയായിരിക്കും. പക്ഷെ എല്ലാം എടുക്കും, സമാധാനത്തിലെടുക്കാം. വല കേടില്ല. നമ്മുടെ കുട്ടികൾക്ക് നല്ല അടിപൊളി പകിരി കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ, അവര് മീൻ പിടിക്കാൻ വേണ്ടി 2 വലയൊക്കെ ഇട്ടു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ആകെ 2 പകിരി മീനെ കിട്ടിയുള്ളൂ. ഒരു ചെറിയൊരു ചട്ടിക്കാരണം, എന്താ പറയാ, കല്ലമ്പോട്ട. ഈ സാധനം കിട്ടിയിട്ടുണ്ട്, 2 കിട്ടിയിട്ടുള്ളൂ. അവർ ഇനിയും വലയിടും. മഴ ഇനി കമ്മിയാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വലയിടും, ഇടാതിരിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കമ്മിയാകുമ്പോൾ അതിനനുസരിച്ച് മീൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് നമ്മുടെ തിരുനെല്ലായി കണ്ണനൂര് പാലത്തിൻ്റെ അവസ്ഥയാണ് കണ്ടത്. മുങ്ങി പിന്നെ വലതുപോലുള്ള അവസ്ഥയാണ് കണ്ടത്. അപ്പോൾ അതിലെ കാഴ്ചകളും ആളുകളും ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസുകാർ അവർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം ഇനി ഒരു അച്ഛൻ അവിടെ നിന്ന് ബുദ്ധിമുട്ടി വരുന്നുണ്ട്, സൈക്കിളിൽ ബുദ്ധിമുട്ടി വരുന്നത് എങ്ങനെ വരുന്നത് കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് അവരിനെ ഒന്ന് നോക്കട്ടെ, ഒന്ന് സഹായിക്കാം. ഒന്ന് നോക്കട്ടെ കേട്ടോ. വരുന്നുണ്ട്, അച്ഛനെ ഒന്ന് സഹായിച്ചു. ദേശാഭിമാനി പേപ്പറിന്റെ ആളാണ്. സംഭവം നോക്കുമ്പോൾ നമുക്കേ പറ്റുന്നില്ല അതിൽ കൂടെ നേരെ നടക്കാം. പിന്നെ അവർക്ക് പറ്റുമോ? ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ കയ്യോ കാലം തെന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും ബുദ്ധിമുട്ടാണ്. അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. പത്രമായതുകൊണ്ട് നമ്മൾ സമയം തെറ്റിക്കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞ് ഇവിടെ 100-100 വീട് ഇതിൻ്റെ ഉള്ളിലുള്ളതല്ലേ. അതുകൊണ്ട് ഇവർക്ക് അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി അയച്ചം പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പം തിരുനെല്ലായി പാലത്തിൻ്റെ അവസ്ഥ. ഇനി 2 ദിവസം മഴ വിട്ടാൽ മാത്രമേ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് പറ്റുള്ളൂ. അതുവരെ എന്തായാലും ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. സ്കൂൾ ലീവ് എന്തായാലും ഇട്ടിട്ടുണ്ട്. 2 ദിവസത്തിന് സ്കൂൾ ലീവ് പാലക്കാട് ജില്ലയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഈ മഴയോടനുബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മഴ വിട്ടാൽ മാത്രമേ എല്ലാവർക്കും ശമനം കിട്ടുള്ളൂ. എല്ലാവർക്കും ഇതിലെ പോകാനും വരാനും കാര്യങ്ങൾക്കായിട്ട് എല്ലാവർക്കും പറ്റുള്ളൂ. അപ്പോൾ നമ്മളും പോവുകയാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയും മുടങ്ങും. നമുക്ക് കട കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സുന്ദരേട്ടൻ്റെ കട മുങ്ങിയോണ്ട് സുന്ദരേട്ടൻ ഇനി സാധനങ്ങളൊന്നും എടുക്കാൻ പോകണ്ട. ആൾ സൈലൻ്റായിട്ട് ചിരിച്ചിട്ടിരിക്കുകയാണ്. വേറെ വഴിയില്ല. എന്താ വെച്ചാൽ ആളെന്തായാലും സാധനം എടുക്കാൻ പോകുന്ന ആളാണ്. ആൾക്ക് ഇനിയിപ്പോൾ എടുക്കാൻ പോകാൻ പറ്റില്ല. ഇനി പോയിട്ട് കാര്യമില്ല. ഈ മഴയും കാര്യങ്ങളും വരുന്നവിടെ ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇനി എല്ലാവരും പോയി. അത്യാവശ്യം ആളുകളൊക്കെ പോയി. ഇനി പണിക്ക് കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം പോയി. അപ്പോൾ ഇനി ഞങ്ങളും പോവുകയാണ്. അപ്പോൾ ഓക്കെ.